നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രഹരം നൽകിക്കൊണ്ട് 10 എംപിമാരിൽ 7 പേരും പാർട്ടി വിട്ട് BJPയിലേക്ക്. തന്നോടൊപ്പം 6 എംപിമാർ കൂടി പാർട്ടി വിട്ട് BJPയിൽ ചേരുമെന്ന് രാഘവ് ചദ്ദയാണ് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്. പഞ്ചാബിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ AAPക്ക് കനത്ത തിരിച്ചടിയാണ് എംപിമാരുടെ ഈ അപ്രതീക്ഷിത നീക്കം. അശോക് മീത്തൽ, സന്ദീപ് പലക് എന്നിവരും AAP വിടുന്നതായി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ്, രജീന്ദർ ഗുപ്ത, വിക്രം സൈനി എന്നിവരും BJPയിലേക്കൊപ്പം ചേരുമെന്നാണ് രാഘവ് ചദ്ദ അവകാശപ്പെട്ടത്. താൻ 15 വർഷത്തോളം AAPക്കായി സ്വയം സമർപ്പിച്ചെന്നും എന്നാൽ പാർട്ടി ഇപ്പോൾ അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്നും വ്യതിചലിച്ചെന്നും രാഘവ് ചദ്ദ ആരോപിച്ചു. താൻ തെറ്റായ പാർട്ടിയിലെ ശരിയായ വ്യക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രാഘവ് ചദ്ദയ്ക്ക് ഓഫർ കിട്ടിയത് കേന്ദ്ര മന്ത്രിസ്ഥാനമാണെന്നും AAP വൃത്തങ്ങൾ പ്രതികരിച്ചു. ഓപ്പറേഷൻ ലോട്ടസ് ആണ് നടന്നതെന്നും ഇതുവഴി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നതെന്നും സഞ്ജയ് സിംഗ് പ്രതികരിച്ചു. പഞ്ചാബിലെ ജനങ്ങൾ ആ 7 പേർക്ക് മാപ്പ് നൽകില്ല. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പഞ്ചാബിലെ ജനങ്ങൾ മാപ്പ് നൽകില്ലെന്നും സഞ്ജയ് സിംഗ് വിമർശിച്ചു. ഭയമോ പ്രലോഭമോ കാരണമാണ് ഇവർ പാർട്ടി വിട്ടതെന്നും AAP നേതൃത്വം പ്രതികരിച്ചു. രാജ്യസഭയിലെ AAP എംപിമാരുടെ 3/2 ഭാഗവും കൂടുമാറുന്നതിനാൽ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കി BJPയുമായി ലയിക്കാൻ കഴിയുമെന്ന് രാഘവ് ചദ്ദ അവകാശപ്പെട്ടു. ഇത് സംബന്ധിച്ച രേഖകൾ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 10 എംപിമാരുള്ള AAPക്ക് ഇതോടെ പാർലമെന്റിലെ സ്വാധീനം വലിയ തോതിൽ കുറയും. രാഘവ് ചദ്ദയെ അടുത്തിടെ രാജ്യസഭയിലെ AAP ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പകരം അശോക് മീത്തലിനെ നിയമിച്ചത് പാർട്ടിക്കുള്ളിലെ ഭിന്നത രൂക്ഷമായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.